الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إسرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളും മുവഹിദുകളുമായി ജീവിച്ചു മരിക്കുവാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഓതിവെച്ച വചനം 7-ാം അധ്യായം അഹ്റാഫിലെ 2 വചനങ്ങളാണ്. 156-ാമത്തെ വചനത്തിന്റെ അവസാന ഭാഗവും 157-ാമത്തെ വചനവുമാണ് ഞാൻ ഓതിവെച്ചത്. അള്ളാഹുവിന്റെ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിനും ആ കാരുണ്യത്തിലൂടെ വിജയികളായി തീരുകയും ചെയ്യുന്നവർ ആരാണ് എന്ന് വിശദീകരിക്കുന്ന വചനങ്ങളാണ് ഇതിൽ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ അർത്ഥത്തിലൂടെ പോയാൽ തന്നെ ആരാണവർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. ഫസഅക്തുബുഹ, ആ കാരുണ്യത്തെ ഞാൻ രേഖപ്പെടുത്തുന്നു. ലില്ലദീന യത്തഖൂന, ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക്. വയുതൂന സകാത്ത, സകാത്ത് നൽകുകയും ചെയ്യുന്നവർക്ക്. വല്ലദീന ഹും ബിആയാതിനാ യുഅ്മിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക്.
الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل. തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയുന്ന നിരക്ഷരനും നബിയും റസൂലുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർ, യഅ്മുറുഹും ബിൽ മഅറൂഫ്, ആ പ്രവാചകൻ അവരോട് സദാചാരം കൽപ്പിക്കുന്നു, വയൻഹാഹും അനിൽ മുൻകർ, ആ പ്രവാചകൻ അവരോട് ദുരാചാരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നു, വിരോധിക്കുകയും ചെയ്യുന്നു. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്, എല്ലാ നല്ല കാര്യങ്ങളും അനുവദനീയമാക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, ഏതൊക്കെ മ്ലേച്ഛവും ചീത്തയുമായ കാര്യങ്ങളുണ്ടോ അതൊക്കെ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല അല്ലതി കാനത് അലൈഹിം, അവരുടെ മേലുള്ള ഭാരങ്ങൾ ആ പ്രവാചകൻ അവരിൽ നിന്ന് ഇറക്കി വെക്കുന്നു. അവരുടെ മേലുള്ള ചങ്ങലകൾ, വിലങ്ങുകൾ അഴിച്ചു വെക്കുകയും ചെയ്യുന്നു. ഫല്ലദീന ആമനൂ ബിഹി, ആര് ആ പ്രവാചകനിൽ വിശ്വസിക്കുന്നുവോ, വഅസ്സറൂഹു, ആ പ്രവാചകനെ പിന്തുണയ്ക്കുന്നുവോ, വനസറൂഹു, ആ പ്രവാചകനെ സഹായിക്കുകയും ചെയ്യുന്നുവോ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹ്, ആ പ്രവാചകനോടൊപ്പം അവതരണീയമായ പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നുവോ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാകുന്നു വിജയികൾ. എന്തിന് ഞാൻ വിശദീകരിക്കണം? വളരെ കൃത്യമായി ഈ വചനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ആരാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹരാവുക? ആരാണ് വിജയിക്കുക? തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ, സക്കാത്ത് കൊടുക്കുന്നവർ, അള്ളാഹുവിന്റെ ആയത്തുകളിൽ ദൃഢമായി വിശ്വസിക്കുന്നവർ, ഒപ്പം തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ പരിചിതനായ രേഖപ്പെടുത്തപ്പെട്ട അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർ. പിന്നെ ആ പ്രവാചകൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിൽ വന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം വീണ്ടും ആവർത്തിക്കുന്നു, ആ പ്രവാചകനിൽ വിശ്വസിക്കുക, ആ പ്രവാചകനെ പിന്തുണയ്ക്കുക, ആ പ്രവാചകനെ സഹായിക്കുക, ആ പ്രവാചകനോടൊപ്പം അവതരണീയമായ വെളിച്ചത്തെ, പ്രകാശത്തെ പിൻപറ്റുക, അതായത് വിശുദ്ധ ഖുർആൻ പിൻപറ്റുക. ഇത് ചെയ്യുന്നവരാരോ അവരാണ് വിജയികൾ. ഇതാണ് ആ വചനത്തിന്റെ ആകെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാരവും സന്ദേശവും. കഴിഞ്ഞ ആഴ്ചയിൽ മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും സഹാബികളുടെ ചരിത്രവും മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവാചകനോടുള്ള സ്നേഹം എന്താണ് എന്നാണ് നാം മനസ്സിലാക്കിയത്. അതോടൊപ്പം തന്നെ നാട്ടിൽ നടക്കുന്ന പ്രവാചക സ്നേഹത്തിന്റെ കോലവും ഒരൽപ്പം പരാമർശിക്കുകയുണ്ടായി. അന്ന് പറയാൻ സജ്ജമാക്കിയിരുന്ന ചില കാര്യങ്ങൾ കൂടി ഈ വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും റബീഉൽ അവ്വൽ 12 കഴിഞ്ഞതോടുകൂടി ഇനി അടുത്ത റബീഉൽ അവ്വൽ 12 വരെ ഇപ്പം നമ്മൾ ഈ നാട്ടിൽ കണ്ട പ്രവാചക സ്നേഹം പോലെയുള്ള സ്നേഹമോ റാലികളോ അതുപോലെ തന്നെ ദഫമുട്ടലോ റോഡ് വഴി മുടക്കിക്കൊണ്ടുള്ള ജാഥകളോ അന്നം കൊടുക്കലോ അന്നദാനമോ മൗലിദ് പാരായണം ഇതൊന്നും ഇനി ഒരു വർഷം കഴിയണം കാത്തിരിക്കാൻ. ആ പ്രവാചക സ്നേഹം തിരിച്ചു വരണമെങ്കിൽ നമ്മളുടെ പ്രവാചക സ്നേഹം അങ്ങനെ അല്ല, അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ പ്രവാചക സ്നേഹം ജീവിതത്തിൽ മുഴുവനും നമ്മുടെ അവസാന ശ്വാസം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുകയാണ് എങ്കിൽ അതാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. ആ നിമിഷം വരെ ആ പ്രവാചകനോടുള്ള സ്നേഹം നമുക്കില്ലേ, നമുക്ക് വിശ്വാസികളാകാൻ കഴിയില്ല. അതാണ് നമ്മളുടെ പ്രവാചക സ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് പ്രവാചകനെ പറ്റി മൊത്തം വിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രശംസകൾ. ആരാണ് പ്രവാചകൻ എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ചില വചനങ്ങൾ ആദ്യം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ മദ്ഹ് എന്ന പേരിൽ റബീഉൽ അവ്വലിൽ പറയുന്ന മദ്ഹ് അല്ലത്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ആ മദ്ഹുകളിൽ ചിലത് മാത്രം. അതിലൊന്ന്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു പ്രവാചകന്മാരെ പോലെയല്ല, അതിനു മുമ്പ് വന്ന പ്രവാചകന്മാരെ പോലെയല്ല. മുമ്പ് വന്ന പ്രവാചകന്മാർ ഓരോ പ്രത്യേക ദേശത്തേക്കോ സമൂഹത്തിലേക്കോ സമുദായത്തിലേക്കോ നാട്ടിലേക്കോ ആയിരുന്നു വന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറയുന്ന ഒരു വചനം, ഖുൽ, പറയുക പ്രവാചകരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. മൊത്തം മനുഷ്യരോട് പറയാനാ പറയുന്നത്, വിശ്വാസികളെ ഒന്നും പോലും അല്ല അവിടെ പരാമർശിച്ചത്. മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ മുഴുവൻ ജനങ്ങളിലേക്കും അള്ളാഹു നിയോഗിച്ചയച്ച പ്രവാചകനാണ്. അത് ഏറ്റവും വലിയ മദ്ഹദാണ്. മറ്റ് പ്രവാചകന്മാർ പ്രാദേശികമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലങ്ങളെ അതിജീവിച്ചു പോകുന്ന ഖിയാമത്ത് നാൾ വരെ എല്ലാവർക്കുമുള്ള പ്രവാചകനാണ്. അതിലും വലിയ മദ്ഹ് വേറൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ആരാണ് ഈ പ്രവാചകനെ നിയോഗിച്ചത്? ആരുടെ പ്രവാചകനാണ്? അല്ലദീ ലഹു മുൽക്കുസ് സമാവാ, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട് പറയണം. ആരാണ് അള്ളാഹു? അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യവും അധികാരവും അവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. യുഹ്യീ വ യുമീത്, അവൻ മരിപ്പിക്കുന്നു, അവൻ ജീവിപ്പിക്കുന്നു, അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഫആമിനൂ ബില്ലാഹ്, ആ അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കണം. വറസൂലിഹി, ആ പ്രവാചകനിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കണം. ആരാണ് ആ പ്രവാചകൻ? അന്നബിയ്യുൽ ഉമ്മിയ്യില്ലദീ യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ. ആ പ്രവാചകൻ, അള്ളാഹു നിയോഗിച്ചയച്ച ഉമ്മിയായ പ്രവാചകനെ നിങ്ങൾ ഉൾക്കൊള്ളണം, പിൻപറ്റണം, വിശ്വസിക്കണം, പിൻപറ്റുകയും വേണം. എന്നാൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം എന്ന് ആ വചനത്തിലും അഹ്റാഫിലെ തന്നെ 158-ാമത്തെ വചനമാണ്. മറ്റൊരു വിശേഷണം സൂറത്തു അഹ്സാബിലെ 45-46 വചനങ്ങളാണ്. അതിങ്ങനെയാണ്, യാ അയ്യുഹൻ നബിയ്യു, പ്രവാചകരെ എന്ന് വിളിച്ചുകൊണ്ട്, നബിയെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക, താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു. ആരായിട്ട്? ഷാഹിദൻ, സാക്ഷിയായിട്ട്. വമുബശ്ശിറൻ, സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ട്. വനദീറൻ, താക്കീത് നൽകുന്ന, മുന്നറിയിപ്പ് നൽകുന്നവനായിട്ട്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനായി, ദഅവത്ത് നടത്തുന്നവനായി. വസിറാജൻ മുനീറ, കത്തിജ്വലിക്കുന്ന വിളക്കുമായി താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നു. ഇതിലും വലിയ മദ്ഹുകൾ വേറെ ഏതാ നമുക്ക് പറയാനുള്ള വല്ല ഉണ്ടോ? ഇല്ല. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണെന്നാണ് ഈ വചനത്തിലൂടെ ഒക്കെ പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കുക, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളിൽ നിന്നുള്ള ഒരു പുരുഷന്റെയും പിതാവായിട്ടില്ല. അല്ല, വലാകിർ റസൂലല്ലാഹ്, പക്ഷെ അള്ളാഹുവിന്റെ റസൂലാണ്. വഖാതമൻ നബിയ്യീൻ, അന്ത്യപ്രവാചകനുമാണ്. വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അഹ്സാബിലെ 40-ാമത്തെ വചനം. ഈ മറ്റൊരു വിശേഷണം നോക്കുക, ആരാണെന്ന് പറയുന്നത് നോക്കുക. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ പ്രവാചകന് അസഹനീയമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം താല്പര്യമുള്ളവനാണ്, ആഗ്രഹമുള്ളവനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് അങ്ങേയറ്റം ദയാലുവാണ്, കാരുണ്യമുള്ളവനാണ്. ഈ റഊഫും റഹീമും എന്നുള്ള വിശേഷം അള്ളാഹുവിനും കൂടി ഉള്ളതാണെന്ന് ഓർമ്മ വേണം കേട്ടോ. ആ വിശേഷം എടുത്തിട്ടാണ് പ്രവാചകനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിലും വലിയൊരു മദ്ഹിനി വേറെ ആർക്കും പറയാനില്ല, വേറെ ആർക്കും എഴുതാനും കഴിയില്ല. ഇതൊക്കെ പകർത്താനേ കഴിയുള്ളൂ ഇടക്കിടക്ക്, അല്ലാതെ സാധിക്കില്ല. അതുപോലെ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ.
ആ റസൂല് ആരാണെന്നും എന്താണ് ഇവിടെ വന്ന് ചെയ്തതും എന്നാണ് ആ പറയുന്നത്. നിരക്ഷരിൽ അവർക്കിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചു. എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്യുന്നു, അവരെ സംസ്കരിക്കുന്നു, കിതാബും ഹിക്മത്തും അവർക്ക് പഠിപ്പിക്കുന്നു. അവര് മുമ്പ് വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു. സൂറത്തുൽ ജുമഅയിലെ വചനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെയുള്ള അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന ചില വചനങ്ങൾ മാത്രം, എത്രയോ ഉണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. മറ്റൊന്ന്, പ്രവാചകനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ മനുഷ്യനാണ്, മനുഷ്യനായ പ്രവാചകനാണ്. ആ മനുഷ്യന്റെ ആ പദവിക്ക് അപ്പുറത്തേക്ക് എന്തെങ്കിലും നൽകുന്നുവെങ്കിൽ അവിടെയാണ് അപകടം. അപകടം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും. ഇന്നമാ അന ബശറും എന്ന് മാത്രം പറഞ്ഞ് ഖുർആൻ നിർത്തിയില്ലട്ടോ. ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്. ആരോട് വേണമെങ്കിലും പോയി ചോദിച്ചോളൂ. എന്താ പിന്നെ ഒരു വിശേഷണം? ബശറായ എനിക്ക് യൂഹായിലയ്യ, എനിക്ക് വഹി ലഭിക്കുന്നുണ്ട്. അതാണ് റിസാലത്ത്, അതാണ് പ്രവാചകൻ. വഹി ലഭിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഞാൻ. എന്താ വഹിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്? അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാണ്. അതാണ് എനിക്ക് നൽകുന്ന വഹി. ആ വഹിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു മനുഷ്യനാണ്, ഇതിലുക്കും നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്. ഒരു മനുഷ്യന്റെ കഴിവിൽപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ഖുറൈശികൾ പ്രവാചകന്റെ മുമ്പിൽ വെച്ചു. അത് വേണം, ഇത് വേണം, അങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കണം, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൂടി പറഞ്ഞപ്പോൾ ഒറ്റ ചോദ്യം, ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂൽ, നിങ്ങൾ എന്തേ പറയണത്? ഞാനൊരു പ്രവാചകനായ മനുഷ്യനല്ലേ, എന്നെ കൊണ്ട് കഴിയൂ ഇതൊക്കെ? എന്തൊരു വിനയം! എന്താണ് ആ പ്രവാചകന്റെ ആ മഹാത്മ്യം എന്ന് ആലോചിച്ചു നോക്കൂ. ഇതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആ പ്രവാചകനെ കുറിച്ച്. ആ വർഷത്തിൽ 12 ദിവസമോ 10 ദിവസമോ അല്ല, അതൊന്നും മനസ്സിലാക്കുക. അതുപോലെ ഈ റസൂലിനോട് നാം എങ്ങനെയായിരിക്കണം നമ്മളുടെ സമീപനവും പെരുമാറ്റവും. ഇപ്പൊ റസൂൽ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ റസൂൽ നമ്മളുടെ ഒപ്പമില്ല. ഇനി ആ റസൂലിനോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ഒന്ന്, റസൂലിനെ മുൻകടന്ന് ഒന്നും പ്രവർത്തിക്കാതിരിക്കുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത്. സൂറത്തുൽ ഹുജറാത്തിലെ 1-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാ പറയുന്നത്. ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും റസൂലിനെയും മുൻകടന്ന് നിങ്ങൾ ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, ഒന്നും ചെയ്യരുത്. അവിടെ നിൽക്കാൻ പാടുള്ളൂ. എന്നിട്ട് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. രണ്ടാമത്, റസൂലിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ, റസൂലിനെ സംബന്ധിച്ചുള്ള പറച്ചിലുകളും ഓർക്കലുകളും കേൾക്കലുകളും ഒക്കെ ആദരവോടുകൂടി ആയിരിക്കണം. ഖുർആൻ പറയുന്നു, ലാ തജഅലൂ ദുആഅർ റസൂലി ബൈനക്കും കദുആഇ ബഅദിക്കും ബഅദ, നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സംബോധന ചെയ്യരുത്, വിളിക്കരുത്. റസൂലിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ വിളി നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ആകരുത്. ഏതോ ഒരു മുഹമ്മദ് അല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ ആദരവ് എപ്പോഴും നമുക്കുണ്ടാകണം. കാരണം എന്താ? ആ റസൂലിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി സദാ പ്രാർത്ഥിക്കണം. ഒരു വിശ്വാസി അത് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടാ. റസൂലിന്റെ അനുഗ്രഹത്തിനും റസൂലിന്റെ സമാധാനത്തിനും വേണ്ടി. അതിനാണ് നമ്മൾ സാധാരണ അറബി സലാത്തും സലാമും എന്ന് പറയാറ്. ഞാൻ മലയാളം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വിശ്വാസികളെ, അള്ളാഹുവും മലക്കുകളും അള്ളാഹുവിന് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ല, മലക്കുകൾ അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു, മലക്കുകൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളോട് പറയുകയാണ്, വിശ്വാസികളെ, നിങ്ങളും അള്ളാഹുവിന് അനുഗ്രഹത്തിനും സമാധാനത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ബാധ്യതയായിട്ടാ പറഞ്ഞത്, ഖുർആന്റെ കൽപ്പനയാണ്. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റദിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യന് നാശം. ആരാണവൻ? ദുഃഖിർതു ഇൻദഹു, അവന്റെ അടുക്കൽ വെച്ച് എന്റെ പേര് പരാമർശിച്ചു, പക്ഷേ വലം യുസല്ലി അലയ്യ,
അവൻ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയില്ല, എന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, എന്റെ നാമം അവന്റെ സന്നിധിയിൽ വെച്ച് പറയപ്പെട്ടു, അങ്ങനെയുള്ളവന് നാശം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു വചനം, ലാ തജഅലു ഖബ്രി ഈദാ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത്. എല്ലാ ആഘോഷമാണല്ലോ, നബിദിനം ആഘോഷം, എന്തു ആഘോഷമാണ്. സർവത്ര ആഘോഷമില്ലെങ്കിൽ നമ്മളില്ല. റസൂല് പഠിപ്പിക്കുന്നു, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത്, പക്ഷേ വസല്ലു അലയ്യ, എന്റെ മേൽ നിങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗനി ഹൈസു കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും ശരി എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആ പ്രാർത്ഥന എനിക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. അപ്പൊ എത്ര നാം ശ്രദ്ധിക്കണം. സാധാരണയായി നമ്മൾ പിശുക്കന്മാരെ കുറിച്ച് പറയാറുണ്ട്. ആരാണ് പിശുക്കൻ? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, ഒറ്റ വാക്കി പറഞ്ഞാല് അവനുള്ള പിശുക്കൻ നമ്മൾ പറയരുത്. ഇവിടെ അള്ളാഹുവിന്റെ റസൂല് പിശുക്കനെ നിർവചിച്ച ഒരു നിർവചനമുണ്ട്. അത് അങ്ങനെ തന്നെയാണ്, അതും ബുഖ്ല് തന്നെയാണ്, സംശയമൊന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, നമ്മളൊക്കെ ബഖീലന്മാരാണ്. ആ സ്ഥിതിക്ക് നോക്കുമ്പോൾ ആരാണ് ബഖീല്? അവന്റെ അടുക്കൽ വെച്ച് എന്റെ പേര് പറഞ്ഞു, എന്നിട്ട് അവൻ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല, എനിക്ക് വേണ്ടി അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, അവൻ ബഖീലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്കതിനൊന്നും നേരമില്ല. പ്രവാചകന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം അതുപോലും ചെയ്യാൻ നമുക്ക് മനസ്സില്ല. അത് വർഷത്തിലൊരിക്കൽ ഏതാനും ദിവസങ്ങളിൽ യാതൊരു പ്രമാണങ്ങളുടെയും പിൻബലമില്ലാത്ത പലതും ചെയ്തു കൂട്ടിയിട്ട് അത് ആ രൂപത്തിലുള്ളതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. മറ്റൊരു വചനവും കൂടി, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ്. ആ ദിവസം എന്റെ പേരിലുള്ള സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ നൽകുന്ന സ്വലാത്ത് എനിക്ക് വെളിവാക്കപ്പെടും എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമുക്ക് വെള്ളിയാഴ്ചയും കടന്നു പോകും, വ്യാഴാഴ്ചയും കടന്നു പോകും. ഒരു സ്വലാത്ത് വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടി ചെല്ലാൻ നമുക്ക് സമയമുണ്ടോ? ഉണ്ടാകാറുണ്ടോ? എന്നിട്ട് പ്രവാചക സ്നേഹം തിളക്കുകയാണ് നമുക്കിങ്ങനെ. ഇതാണ് എന്റെ വിഷയം. അപ്പൊ പ്രവാചകൻ ആരാണെന്ന് അറിയുക, മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവാചകനോടുള്ള പെരുമാറ്റവും രീതികളും പരാമർശവും ഒക്കെ നന്നായിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സർവാത്മന അംഗീകരിക്കുക, അനുസരിക്കുക, പിന്തുടരുക. ആ റസൂല് കാണിച്ചു തന്ന മാർഗമാണ് വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലൂടെ സഞ്ചരിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, റസൂലിനെയും അനുസരിക്കുക, നിങ്ങളുടെ അമലുകൾ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത്. സൂറത്ത് മുഹമ്മദിലെ വചനമാണ്, 33-ാമത്തെ വചനം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. അത് രണ്ടും ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഉണ്ടല്ലോ, അത് പാളീസാണ്, വെറുതെയാണ്, ബാത്തിലാണ്. അങ്ങനെ സംഭവിക്കരുത് എന്ന് പറയും. ശ്രദ്ധിക്കണം നമ്മൾ ആ രംഗത്ത്. അതുപോലെ അതിര് കവിഞ്ഞ പദവിയിലേക്ക് പ്രവാചകനെ ഉയർത്തരുത്, പുകഴ്ത്തരുത്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, മറിയമിന്റെ പുത്രൻ ഈസയെ നസാറാക്കൾ, ക്രൈസ്തവർ അങ്ങ് വാനോളം പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് റസൂല് പറഞ്ഞതാ. നമ്മൾ ചോദിക്കുന്ന റസൂലിനെ പുകഴ്ത്തണ്ടേ? പുകഴ്ത്തിക്കൂടെ? എന്താ തെറ്റ്? റസൂല് പറയുന്നു, എന്നെ നിങ്ങൾ അങ്ങനെ വാനോളം പുകഴ്ത്തരുത്. ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, നിങ്ങൾ എന്നെ കുറിച്ച് അബ്ദുള്ള എന്ന് പറ, അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറ, വേറെ ഒന്നും നിങ്ങൾ അതിന് കവിഞ്ഞ് എന്നെ പുകഴ്ത്തരുത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കവികൾ പ്രവാചകനെ മദഹ് ചെയ്ത ഒരുപാട് വരികളുണ്ട്. അത് മദഹാണ്, ഒരിക്കലും പ്രശംസയാണ്, ആദരവാണ്, അല്ലാതെ ഒരിക്കലും ആരാധനയിലേക്ക് അത് പോയിട്ടില്ല.
നമ്മൾ പോകുന്നതോ യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ അദാ വദ്ദുൽമി വദ്ദുഅഫി ശദീദി ഫാസിദി. കഴിഞ്ഞ ആഴ്ച പാരായണം ചെയ്തത് അല്ലയോ നേതാക്കന്മാരിൽ നേതാവായിട്ടുള്ളവനെ, ജിതുക ഖാസിദ, അങ്ങയെ ഉദ്ദേശിച്ച് ഞാനിതാ വന്നിരിക്കുന്നു. അർജു ഹിമാക, അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലാ തുഖയ്യിബ് മഖ്സദി, എന്റെ ലക്ഷ്യത്തെ നിരാശമാക്കി മടക്കരുതേ. ഖദ് ഹല്ല ബി മാ ഖദ് അലിംത മിനൽ അദാ, അങ്ങറിയുന്ന ഉപദ്രവവും പ്രയാസവും എനിക്ക് വന്നിറങ്ങിയിരിക്കുന്നു. ഖദ് ഹല്ല ബി മാ ഖദ് അലിംത മിനൽ അദാ വദ്ദുൽമി വദ്ദുഅഫി ശദീദി ഫാസ്ഇദി, മറ്റുള്ളവരുടെ അക്രമവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ബലഹീനതയും ദൗർബല്യവും ഇതൊക്കെ എന്നെ ബാധിച്ചിരിക്കുന്നു. ഇതൊക്കെ അങ്ങേക്ക് അറിയാം. അതുകൊണ്ട് ഫാസ്ഇദി, എന്നെ സഹായിക്കണേ. ഇതാരോടാണ് പ്രിയമുള്ളവരെ ചോദിച്ചത്? അള്ളാഹുവിനോട് മാത്രം ചോദിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ബദർ നടന്നു, ഉഹദ് നടന്നു, ഖന്തഖ് നടന്നു, ഹുനൈൻ നടന്നു, ഇല്ലേ? ആ റസൂലിനോട് തന്നെയാണ് നമ്മളുടെ ഈ ചോദ്യം. ഇതിന് മദഹ് എന്ന് പറയാൻ കഴിയില്ല, ഇത് ആരാധനയാണ്. ആദരവെന്ന് പോലും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് എന്താണ് യഥാർത്ഥ പ്രവാചക സ്നേഹം എന്ന് മനസ്സിലാക്കി ജീവിക്കണം എന്ന് പറയുന്നത് നാം ഗൗരവത്തോടു കൂടി കാണുക. അതുപോലെ നമ്മുടെ ബാധ്യത റസൂലിന്റെ ജീവിത സന്ദേശം പ്രചരിപ്പിക്കുക. നാം പഠിക്കുക, അത് പ്രചരിപ്പിക്കുക. റസൂലിനെതിരായി വരുന്ന ആരോപണങ്ങളെയും തെറ്റിദ്ധാരണകളെയും അതിനെതിരെ നമ്മൾ കഴിയുന്ന അതെല്ലാം കഴിവിന്റെ പരമാവധി ചെറുക്കുക, പരാജയപ്പെടുത്തുക, പ്രതിരോധിക്കുക. ആശയപ്രചരണത്തിലൂടെ ആയുധമെടുത്തുകൊണ്ടല്ല, കയ്യുവെട്ടിയും തലവെട്ടിയും കാലുവെട്ടിയിട്ടുമല്ല, മറിച്ച് അവരുടെ തെറ്റായ ധാരണകളെ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. സാധാരണയായി ഇന്ന് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഖുർആനെയും പ്രവാചകനെയും ഒക്കെ പ്രധാനമായും ഒരു അരികിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്ന 6-ാം നൂറ്റാണ്ടിലാണ് ഇതൊന്നും ഇപ്പൊ നമുക്ക് പറ്റൂല. നമ്മുടെ പുതിയ തലമുറയുടെ വാക്കുകളാണിത്. ഇതൊക്കെ 6-ാം നൂറ്റാണ്ടല്ലേ, ഒന്നും പറ്റൂല. ഇപ്പൊ ഞങ്ങൾ ജീവിക്കുന്ന 20-ാം നൂറ്റാണ്ട്, 21-ാം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെക്ക അവിടെ എന്ന് പറയുന്നുണ്ടല്ലോ. 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് എല്ലാത്തിനെയും അരികിലാക്കുന്ന ഒരവസ്ഥ. സത്യത്തിൽ എന്താണ് നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബുവത്ത് കാലം 7-ാം നൂറ്റാണ്ടാണ്. അവർ 7-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നു പറയൂല, ഓറിയന്റലിസ്റ്റുകളെ സമ്മതിക്കൂല. കാരണം 7-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതത്വവും പ്രാകൃതവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജനതയെ സംസ്കരിച്ച് അടിമുടി പരിഷ്കരിച്ച് നന്നാക്കി ഉത്ഥാനം തന്നെ അസ്ഥാനത്താണ് എന്ന് ചരിത്രത്തെ കൊണ്ട് എഴുതിപ്പിച്ച ആ ജനസഞ്ചയത്തെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി നെറുകയിൽ കയറ്റി നിർത്തി പ്രവാചകൻ 7-ാം നൂറ്റാണ്ടില്. 6-ാം നൂറ്റാണ്ടാണ് ജാഹിലിയ്യ കാലഘട്ടം. ആ ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിന്ന് ഒരു കുതിച്ചു കയറ്റം അല്ലെങ്കിൽ ഒരു മാറ്റം പ്രവാചകൻ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കി. അതുകൊണ്ട് അവർ പറയും 6-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നു പറയും. 6-ാം നൂറ്റാണ്ടല്ലേ, 7-ാം നൂറ്റാണ്ടാണ് പ്രവാചകന്റെ സംസ്കരണത്തിന്റെ കാലം. മാറ്റിയെടുത്തില്ലേ അവര്? എന്തായിരുന്നു ജാഹിലിയ്യത്തിന്റെ അവസ്ഥ? ഒരുപാട് അതിനെക്കുറിച്ചൊന്നും നാം മനസ്സിലാക്കണ്ട. ഒറ്റ കാര്യം മാത്രം, ഒരു ജനതയെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ടമായ അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തതിന് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിയുടെ കൊട്ടാരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വിശദീകരിച്ച വിശദീകരണമുണ്ട്, പ്രസംഗിച്ച പ്രഭാഷണമുണ്ട്. അത് മാത്രം മതി പ്രവാചകൻ ചെയ്ത മാറ്റത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. അബിസീനിയയിലേക്ക് ഹിജറ പോയപ്പോൾ അവരവിടെയും കിടക്കാൻ അനുവദിക്കാത്ത നിലയിൽ അവർക്കുടെ പിന്നാലെ അബൂ സുഫിയാൻ എത്തുകയാണ്. ഇവർ കുതന്ത്രം ഉണ്ടാക്കി വന്നവരാണ്, ഇന്നത് ചെയ്തു വന്നവരാണ്, ഇവിടെ പാർപ്പിക്കരുത് എന്ന് പറയാൻ വേണ്ടി. അവസാനം 2 കൂട്ടരെ നജ്ജാശി രാജാവ് ഒരുമിച്ച് കൂട്ടി നിർത്തി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന്. മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തെ വിറപ്പിച്ച പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണം കേട്ടിട്ട് രാജാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. നജ്ജാശി രാജാവിന്റെ അതിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്.
തുടക്കം തന്നെ ഇങ്ങനെയാണ്, അയ്യുഹൽ മലിക് ഇന്നാ കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യ. അല്ലയോ അഭിമന്യനായ ചക്രവർത്തി രാജാവേ, ഞങ്ങൾ ജാഹിലിയ്യത്തിന്റെ ആൾക്കാരായിരുന്നു. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു, ശവം തിന്നിരുന്നു, മ്ലേച്ഛമായ സർവകാര്യങ്ങളും ഞങ്ങൾ ചെയ്തിരുന്നു, കുടുംബ ബന്ധം മുറിച്ചിരുന്നു, അയൽവാസികളോട് ഏറ്റവും മോശമായി പെരുമാറിയിരുന്നു. ഞങ്ങളുടെ മല്ലന്മാർ, ശക്തന്മാരായ ആളുകൾ ദുർബലന്മാരെ അടക്കി ഭരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു റസൂല് വന്നു. ആ റസൂലിന്റെ തറവാട് ഞങ്ങൾക്കറിയാം, ആ റസൂലിന്റെ സത്യസന്ധത അറിയാം, ആ റസൂലിന്റെ വിശ്വസ്തത അറിയാം, ആ റസൂലിന്റെ ജീവിത വിശുദ്ധിയും അറിയാം. അദ്ദേഹം ഞങ്ങളെ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു. അവനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു. വിഗ്രഹങ്ങളെയും കല്ലുകളും വിഗ്രഹങ്ങളും അടങ്ങുന്ന അതിന് പുറമെയുള്ള എല്ലാത്തിനെയും ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. സത്യം പറയാൻ കൽപ്പിച്ചു, വിശ്വസ്തത പാലിക്കാൻ കൽപ്പിച്ചു, കുടുംബബന്ധം ചേർക്കാൻ കൽപ്പിച്ചു, അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറാൻ കൽപ്പിച്ചു, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കൽപ്പിച്ചു, രക്തം ചിന്തരുതെന്ന് പറഞ്ഞു, സർവമ്ലേച്ഛമായ കാര്യങ്ങളെ ഞങ്ങളോട് വിരോധിച്ചു, കള്ളസത്യം ചെയ്യരുതെന്ന് പറഞ്ഞു, അനാഥയുടെ സ്വത്ത് അന്യായമായി തിന്നരുതെന്ന് പറഞ്ഞു, നിരപരാധികളായ സച്ചരിതരായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയരുതെന്ന് പറഞ്ഞു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കാനും പാടില്ല എന്ന് കൽപ്പിച്ചു, നമസ്കരിക്കാൻ കൽപ്പിച്ചു, സക്കാത്ത് കൊടുക്കാൻ കൽപ്പിച്ചു, നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ എണ്ണി എണ്ണി ഓരോന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു, ഞങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തി, ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റി. അപ്പോൾ ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങൾക്കെതിരെ ശത്രുതയും വിരോധവും വിദ്വേഷവുമായി കടന്നു വരുന്നു. അവർ ഞങ്ങളെ ഉപദ്രവിച്ചു, അവർ ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളുടെ മതത്തിൽ നിന്ന് പിന്മാറ്റി അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് സൃഷ്ടികളെ ആരാധിക്കുന്നതിലേക്ക് തിരിച്ചു പോകണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ട് പ്രസംഗിച്ച അറബിയിൽ ആ പ്രസംഗം അങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ, അറബി അറിയാത്തവനൊന്ന് ധരിച്ചിരുന്നു വരും. ആ ജാതി പ്രസംഗമാണ് ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ജാഹിലിയ്യത്തിൽ കഴിഞ്ഞിരുന്ന അവരെ മനുഷ്യരാക്കി മാറ്റിയതിന്റെ ഓരോ രംഗങ്ങളെയും അഖീദ മുതൽ റിസാലത്ത് മുതൽ അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞ് ജീവിതത്തിന്റെ നിഖില മേഖലകളിലേക്കും അവരെ നയിച്ചു കൊണ്ടുപോയതിനെ പറ്റി വളരെ വ്യവസ്ഥാപിതമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെങ്ങാനും ഉൾക്കൊണ്ട് അബൂ സുഫിയാൻ പിന്നെ ഇദ്ദേഹത്തെ അവർ ഉൾക്കൊള്ളുമോ, നജാഷി രാജാവ് അംഗീകരിച്ചു കളയുമോ എന്ന് പേടിച്ചുകൊണ്ട് അബൂ സുഫിയാൻ ഇവര് ഈസയെ കുറിച്ച് എന്താ പറയുന്നത്, മറിയമിനെ കുറിച്ച് എന്താ പറയുന്നതെന്ന് അഭിപ്രായം ചോദിക്കണമെന്ന് പറഞ്ഞു. സുന്ദരമായി മഹാനായ ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു സൂറത്ത് മറിയമിലെ വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹി മകാനൻ ശർഖിയ്യ, ആ വചനങ്ങൾ മുഴുവനും അങ്ങോട്ട് ഓതി. ഇതാണ് ഈസ ബിൻ മറിയം തൗലൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ആ ഭാഗം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നജാശിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു രാജാവിന്റെ, ഒരു ചക്രവർത്തിയുടെ, ഒരു ഭരണാധികാരിയുടെ മനസ്സിനെ പിടിച്ചു കുലുക്കാൻ മാത്രം പര്യാപ്തമാകുന്ന നിലയിൽ വിശ്വാസത്തിന്റെ, ഇസ്ലാം പ്രഖ്യാപിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും, പ്രവാചകൻ ചെയ്തു കൊടുത്ത ഓരോ അനുഗ്രഹങ്ങളുടെയും കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ അന്ന് ജഅഫർ ബിൻ അബീ താലിബിന് കഴിഞ്ഞുവെങ്കിൽ, പ്രിയമുള്ളവരെ, അഭിനവ ജാഹിലിയ്യത്ത് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ചൂഷണമായി, അതുപോലെ തന്നെ പൗരോഹിത്യമായി, അധികാരത്തിന്റെ ദണ്ഡായി, ഇങ്ങനെ പല ജാഹിലിയ്യത്തും ആ ജാഹിലിയ്യത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഉണ്ട്. അവരുടെ മുമ്പിൽ ഈ ഇസ്ലാമിന്റെ സന്ദേശം, ഈ പ്രവാചകന്റെ ആ മാഹാത്മ്യം ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കാൻ എങ്കിലും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുമെങ്കിൽ, പ്രവാചക സ്നേഹത്തിന്റെ, ആ പ്രവാചകൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു അംശമെങ്കിലും നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും സമാധാനിക്കാം. അങ്ങനെ പ്രവാചകനെ പഠിക്കുക, ഉൾക്കൊള്ളുക, ആ മാറ്റങ്ങളെ കുറിച്ച് അറിയുക, മനസ്സിലാക്കുക,
6-ാം നൂറ്റാണ്ടും 7-ാം നൂറ്റാണ്ടും പറഞ്ഞ് ഇസ്ലാമിനെതിരെയും പ്രവാചകനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയും ഖുർആനെതിരെയും കടന്നു വരുന്നവരെ ആശയം കൊണ്ട് നേരിട്ട് അവിടെ നിർത്തുക. ഇതൊക്കെ പ്രവാചകനോടുള്ള സ്നേഹമാണ്. അതാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത് കൂടുതൽ കാര്യമായി, അല്ലാതെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന പലതുമല്ല. അതുകൊണ്ട് ആ സൂറത്തു അഅറാഫിലെ വചനങ്ങൾ പറഞ്ഞതുപോലെ ആ ലക്ഷണങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യവും ആ കാരുണ്യത്തിലൂടെ സന്മാർഗികളുമായി തീരുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി തീരാൻ, വിശ്വാസിനികളും പ്രവാചക സ്നേഹികളുമായി തീരാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അതിനുള്ള എല്ലാ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ സവിശേഷതകൾ നാം പരിശോധിച്ചാൽ വളരെ പരിമിതമായി പറഞ്ഞാൽ, ഒന്ന്, അത് ദൈവികമായിരുന്നു, പ്രകൃതിദത്തമായിരുന്നു, റബ്ബാനിയാണ്, ഫിത്രിയാണ്. രണ്ട്, ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്ന സമഗ്രവും സമ്പൂർണവുമായിരുന്നു. ഒന്നും ചേർക്കുകയും വേണ്ട, ഒന്നും വെട്ടിക്കളയും വേണ്ട, അത്ര കുറ്റമറ്റതാണ്. കമാലിയത്തും ശുമൂലിയത്തും അതിലുണ്ട്. പ്രായോഗികമാണ്, അതിനാൽ വാഖിഇയ്യ എന്നാണ് പറയുക. ആർക്കും വ്യക്തവും സുതാര്യമാവുന്ന നിലയിലുള്ള സന്ദേശങ്ങളാണ്, അതിനാൽ വുളൂഹ് എന്ന് പറയും. അതുപോലെ തന്നെ മാറ്റങ്ങളില്ലാത്ത അടിസ്ഥാന തത്വങ്ങളും അതുപോലെ തന്നെ മറ്റ് സംഗതികളും സാധ്യതകളും പരിഗണിക്കപ്പെട്ടുകൊണ്ട് പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അൽ ജംഉ ബൈന സബാത്തി വൽ മുറൂന എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തെ സന്തുലിതവും സമഗ്രവും സമ്പൂർണവുമായി സമീപിക്കുന്ന സമാനതകളില്ലാത്ത സന്ദേശമാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ടാണ് ഖുർആൻ ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക എന്ന ഒറ്റ വാക്കിൽ അതിനെ ഉൾക്കൊള്ളിച്ചത് എന്ന് തിരിച്ചറിയുക. ആ നിലയിൽ അഖീദ, തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് തുടങ്ങി അങ്ങോട്ടെല്ലാം സ്വഭാവ സംസ്കരണമുണ്ട്, സാമൂഹികമായ ഇടപാടുകളുണ്ട്, സമൂഹത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയുണ്ട്, രാഷ്ട്രീയമായ ഇടപെടലുകളുണ്ട്, നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട്. ആ രൂപത്തിൽ പ്രവാചകൻ കാണിച്ചെന്ന മാതൃകയെ കുറിച്ച് വാചാലമാകാൻ ഖുർആൻ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ റബ്ബിന്റെ അനുഗ്രഹമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് താങ്കളെ നാം നിയോഗിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം, ആ കാരുണ്യത്തിന്റെ എല്ലാ വശങ്ങളും നമ്മുടെ സ്വന്തം ജീവിതത്തിലൂടെ നിർഗളിച്ച് മറ്റുള്ളവരിലേക്ക് അത് പരന്ന് മറ്റുള്ളവർക്കും തണലേകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് യഥാർത്ഥ പ്രവാചക സ്നേഹികളാകാം, ആ പ്രവാചകനെ പിൻപറ്റുന്നവരാകാം. അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്ത് തരുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഒരു ഷരീഫ് സാഹിബ് കൊച്ചിയിലുണ്ടായിരുന്ന നമ്മുടെ അനസിന്റെ സഹോദരിയുടെ ഭർത്താവ് കൂടിയാണ്. ഏറ്റവും അടുത്ത് ഒരുപാട് കാലങ്ങൾ അടുത്ത് പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ്. ഷെരീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. എല്ലാ ഹസനാത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ സയ്യിആത്തുകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്ന പലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി നടത്തുന്ന എല്ലാ ശസ്ത്രക്രിയകളും വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്തു കൊടുക്കുമാറാകട്ടെ. അതുപോലെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ദുരന്തങ്ങളും വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളും ഇപ്പൊ നേപ്പാൾ പോലുള്ള സ്ഥലങ്ങളിൽ നടന്നൊക്കെ നമ്മൾ വായിച്ചതാണ്, കണ്ടതാണ്, മനസ്സിലാക്കിയതാണ്. ഏതായിരുന്നാലും മനസ്സിനേറെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്.
നനച്ചിരിക്കാത്ത സന്ദർഭങ്ങളിൽ വലിയ വലിയ ദുരന്തങ്ങൾ വന്ന് എല്ലാം കൂടി ഇല്ലാതാക്കി കൊണ്ടുപോകുന്ന അവസ്ഥ. ഇതിനൊന്നും നമ്മളാരും അതീതരല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് റബ്ബിനോട് എപ്പോഴും അവന്റെ രക്ഷയ്ക്കും സഹായത്തിനും വേണ്ടി തേടുക. ഇങ്ങനെ ദുരിതം പേറുന്നവരുടെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ നമ്മിൽ നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തെമ്പാടും ഇങ്ങനെ ദുരന്തങ്ങളും പ്രയാസങ്ങളും പേറുന്നവരുടെ ദുരന്തങ്ങളെയും പ്രയാസങ്ങളെയും അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. അവർക്ക് എല്ലാവിധത്തിലുള്ള മോചനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം മഹാദുരന്തങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ നാടിനെയും നമ്മിൽപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.